വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മാത്തമാറ്റിക്സിലെ പോളിനോമിയൽ എന്ന് പറയുന്ന സെക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അപ്പോൾ പോളിനോമിയലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ചോദിക്കുവാനായിട്ട് സാധ്യതയുള്ള പുതിയ മോഡലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ പ്രകാരം നമുക്കപ്പോൾ എന്ത് പറയാം? ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ പ്രകാരം എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈസ് ഈക്വൽ ടു 3abc എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റും കൂടിയും പറയാൻ പറ്റും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എ പ്ലസ് ബി പ്ലസ് സി, ദെൻ ഇവിടെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ അപ്പോൾ എന്തായാലും മാറി. എ പ്ലസ് ബി പ്ലസ് സി, ദെൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി എന്ന് പറയുന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അതിനെ കണ്ടെത്താൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള റൂള് 21 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ന് പറയാൻ പറ്റും? 6 എന്ന് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ -6 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? 0 എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അത് എക്സ് മൈനസ് 1 പ്ലസ് വൈ മൈനസ് 2 പ്ലസ് സെഡ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ തന്നെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു 3abc എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് പ്ലസ് വൈ മൈനസ് 2 ഹോൾ ക്യൂബ് പ്ലസ് സെഡ് മൈനസ് 3 ഹോൾ ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 ഇൻറ്റു എക്സ് മൈനസ് 1 വൈ മൈനസ് 2 സെഡ് മൈനസ് 3 എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഏതാണ്? റൂള് 21 എന്ന് പറയുന്ന പോളിനോമിയലെ ആ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൽ വരുന്ന നാലാമത്തെ പ്രോബ്ലം നോക്കാം. നാലാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് 1/a മൈനസ് 1/b ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/a മൈനസ് b എന്ന് പറയാൻ പറ്റും. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ b മൈനസ് എ ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയുകയാണെങ്കിൽ അത് 1/a മൈനസ് b ഗീവ്സ് നമുക്ക് എന്ത് പറയാം? b മൈനസ് എ ഹോൾ സ്ക്വയർ
ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എ ബി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab ഈക്വൽ ടു മൈനസ് എ ബി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഗീവ്സ് നമുക്ക് എന്താ പറയാൻ പറ്റും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ, ദെൻ കണ്ടീഷൻ പുട്ട് ബി ഈക്വൽ ടു 0 കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 ക്യൂബ് പ്ലസ് 0 ക്യൂബ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിൻ്റെ ഒരു സെറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.